ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പുറത്തും ആ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ബ്ലെസ്ലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി നമ്മൾ ആ വീഡിയോനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും എന്നെ തള്ളി പറയരുത്, ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നീ എന്നെ ഒരിക്കലും പോർട്രേ ചെയ്യരുത്. സത്യത്തില് അവൻ അങ്ങനെ ചെയ്ത് അല്ല, ആ ഒരു വീഡിയോയുടെ കാര്യത്തിൽ ഞാൻ അവനെ എൻ്റെ ഒരു ബ്രദർ ആയിട്ടാണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോഴും പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചപ്പോഴും അതിന്റെ ആൻസർ പോലും ഞാൻ അവന് ഒരു പ്രശ്നം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇത് കാരണം അവനൊരു കാര്യം ഫേസ് ചെയ്യരുതെന്ന് വിചാരിച്ചത് ഞാൻ അവരെ ഓരോരുത്തരും, ഇപ്പൊ ഡോക്ടറിനാണെങ്കിലും ബ്ലെസ്ലിനാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ പുറത്തിറങ്ങിയിട്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ വാല്യൂ കൊടുക്കുന്നുമുണ്ട്. ഞാൻ ഇന്ന് വരെ അവർക്ക് എതിരെയായിട്ടോ അവരെ തള്ളിയിട്ടോ ഞാൻ ഒരു വീഡിയോ, ഒരു കമന്റ്സോ, ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അത് ഞാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളത്. ഈ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഞാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി. കാരണം ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോ, ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോ എന്റെ ബ്രദർ എന്ന് പറഞ്ഞ ഞാൻ ബ്ലെസ്ലിയോ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ഫാമിലികൾ ഓരോന്നും പോസ്റ്റ് ചെയ്യുമ്പോഴും എന്റെ ചേച്ചിയോ അനിയത്തിയോ ഒരിക്കലും അവർക്കെതിരെയായിട്ട് ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം ഇതൊരു ഗെയിം ഷോ ആണ്. ആ ഗെയിം അതവിടെ കഴിഞ്ഞു. ആ ഗെയിം കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ അതവിടെ കഴിഞ്ഞു. ഞാൻ എന്താണോ ബിഗ് ബോസ് ഹൗസ് എന്താണോ അതവിടെ കഴിഞ്ഞു. ഇപ്പൊ പുറത്ത് ഞാൻ നിൽക്കുന്നത് ഞാനായിട്ടാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ വാല്യൂ കൊടുത്തു. ഇപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ അവരെ വിശ്വസിക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. അതൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാനാണ് നടുവില്. എന്നെയാണ് ഇവർ രണ്ടുപേരും കൂടെ തട്ടിയിട്ട് കളിക്കുന്നത്. ഞാനെന്തൊരു പാവയാണോ എന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളി കളിക്കാൻ വേണ്ടിയിട്ട്? എനിക്ക് എത്ര ചീത്തയായ മെസ്സേജുകൾ വരുന്നുണ്ട്, എത്ര മോശമായ കമന്റ്സുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്റെ അച്ഛനമ്മയും വേദനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എല്ലാവരും യെസ് പറ, നോ പറ. ഇതെന്റെ മാരേജിന്റെ സംഭവമാണ്. ഞാനും ഡോക്ടറും കൂടെ സംസാരിച്ചു ഇതിനെപ്പറ്റി. ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറിന്റെ അടുത്ത്, എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, എനിക്കൊരു ചെറിയ ഇഷ്ടം എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പ്രേമാണോ എനിക്കറിയില്ല. എനിക്ക് കുറച്ചും കൂടെ സമയം വേണം, എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ സമയം വേണം. ചിലപ്പോ ആ ഇഷ്ടം വളർന്ന് ചിലപ്പോ കല്യാണത്തിലോട്ട് പോവാം. എനിക്കപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് കുറച്ച് സമയം എന്താ. പക്ഷെ ഡോക്ടറിന്റെ വീട്ടിൽ അതിന്റേതായ പ്രഷറുണ്ട്. ഡോക്ടർക്ക് എന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കണം. എനിക്ക് എടുത്ത് ചാടി എനിക്ക് ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ കുടുംബത്തിൽ എന്റേതായ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും സെറ്റിൽ ആവണം. അല്ലാതെ എന്റെ ഇഷ്ടവും എന്റെ സുഖവും നോക്കിയിട്ട് എന്റെ അച്ഛനും അമ്മയും ഫാമിലിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഒരാളെ. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കുത്തിക്കൊണ്ട് വരുന്നത് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഈ പെൺകുട്ടി ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ ഒരു കനത്ത സൈബർ അറ്റാക്കിന് ഇരയായൊരു പെൺകുട്ടിയാണ്. അതായത് ദിൽഷ പ്രസന്ന എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വന്തം ഫാമിലിനെ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വന്തം ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്കറിയാം, ഈ കുറച്ചിടെയായിട്ട് ഈ ഷഹല, പിന്നെ ആരാണ് നമ്മുടെ അഖിലനാർഡിയുടെ വൈഫൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ഓൾറെഡി ഒരു നല്ലൊരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനകത്തുനിന്ന് അവര് ഒളിച്ചോടി പോവുക. അപ്പൊ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അവരെ ഒന്നും വെച്ച് നമുക്ക് ഈ ദിൽഷനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് പ്രൊഫഷണലി ആണെങ്കിലും ഭയങ്കര നല്ല ഒരു സെറ്റിൽഡ് ആയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് പോലും, അതായത് ഇത്രയും സൈബർ അറ്റാക്ക് വന്നിട്ട് പോലും ഒരാളെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടം തോന്നിയപ്പോൾ എനിക്കൊരു സോഫ്റ്റ് കോർണർ തോന്നി, അല്ലെങ്കിൽ ആ സംസാരിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം നമ്മുടെ ലൈഫ് ലോങ് ഉള്ളൊരു സംഭവമാണ്. അപ്പം നമ്മൾ അതിലെടുക്കുന്ന ഒരു തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഈ കുറേ കമന്റോളികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് അവൾ ആ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും ആരതി പൊടിയുടെ സ്ഥാനത്ത് വന്ന് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ദിൽഷ എന്ന് പറയുന്നത്. സോ ഇപ്പോഴെങ്കിലും, അതായത് കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് ഈ പെൺകുട്ടി അനുഭവിച്ച മനോവിഷമത്തിനും ദുഃഖത്തിനും ഒക്കെ ഇപ്പോൾ ഒരു തിരിച്ചടി ആയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ റോബിൻ എന്ന് പറയുന്ന ഒരാളുടെ ഇത്രയധികം, അല്ലെങ്കിൽ എന്താ പറയാ, ഇത്രയും വലിയ കല്യാണം വെച്ചു. അതുപോലെ തന്നെ ആരതി ആണെങ്കിലും നല്ലൊരു വലിയ ബുട്ടീക്ക് ഉണ്ട്, ആൻഡ് ഹീസ് എ ഡോക്ടർ. ഇത്രയും ഒക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത്രയൊക്കെ പൈസയുള്ള ഒരാൾക്കാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പല ആൾക്കാരോട് ഇങ്ങനെ കടം വാങ്ങിച്ച്? അപ്പോൾ
മേ ബി എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പക്ഷെ എങ്കിലും നമ്മളിപ്പോൾ അറിയുന്ന വാർത്തയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അപ്പൊ അന്ന് ഈ കമന്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ ഇന്ന് പല ആൾക്കാരും ദിൽഷനെ പൊക്കി പറയുന്നുണ്ട്. പക്ഷെ അന്ന് ഈ പറയുന്നവര് പറയുന്നതൊക്കെ കേട്ടിട്ടെന്നാൽ ഇനി സൈബർ അറ്റാക്ക് അല്ലേ എന്നൊക്കെ ഓർത്തിട്ട് പോലും സ്വന്തം ലൈഫ് അത്രയും ഇതായിട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ജാസ്മിൻ ഒക്കെ വന്നു. അപ്പൊ ജാസ്മിൻ ഒക്കെ വന്നപ്പോഴാണെങ്കിൽ പോലും എന്താ പറയാ, ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വന്നിട്ട് വേറൊരാളോട് ഇഷ്ടം കാണിക്കുന്നു, അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് പോലും മൂടി വെച്ചിട്ട് പെരുമാറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിൽഷ ഭയങ്കര ബോൾഡായിട്ടുള്ള, സ്വന്തം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന, സ്വന്തം കരിയറിനെ അത്രയും അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന എനിക്കൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് ഇന്ന് എടുത്തു പറയണമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഗൈസ്. ഇനി അന്ന് ആരതി പറഞ്ഞൊരു സംഭവം കൂടെ നമുക്ക് കേൾപ്പിച്ചോ. കല്യാണത്തിന്റെ ഒരു കാര്യം വന്നപ്പോൾ കല്യാണം നോക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആ ടൈമിൽ എനിക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നോട് റീസൺ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2 റീസൺ ആയിരുന്നു. ഒന്ന്, നമ്മളൊരു ഇന്റർവ്യൂവിനെ കണ്ടിട്ടേ ഉള്ളൂ, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം, അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മാത്രമേ കല്യാണത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ട് ആൾക്ക് ഫീൽ ചെയ്തത് കൊണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ട്, പക്ഷേ സമയം വേണമെന്നാണ്. ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യക്കുറവില്ല. പക്ഷെ എനിക്ക് നമ്മളെ 2 പേരും ക്യാരക്ടർ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ആകെ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ട് നമുക്കത് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ലൈഫ് ലോങ് കൂടെ വേണ്ട ഒരാളാണ്. അപ്പൊ എനിക്ക് പലർക്കും അങ്ങനെ ആരെയും പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അത് പെട്ടെന്ന് എടുത്തതല്ല, അത് അവര് തന്നെ നമ്മളെ കാണുന്നു, അവര് തന്നെ ബാക്ക്ഗ്രൗണ്ട് ബീജം വെച്ച് വീഡിയോസ് ഇറക്കുന്നു, നമ്മൾ ലവ് ആയി എന്ന് പറയുന്നു, നമ്മുടെ കല്യാണമാണ്. കഴിഞ്ഞ വർഷം ഞാൻ കേൾക്കണത് സെപ്റ്റംബറിലാണ് നമ്മുടെ കല്യാണം. എന്ത് മെച്യൂരിറ്റി ആണുള്ളത് ഇവിടെ. ദിൽഷ പറഞ്ഞതും അതുപോലെ തന്നെ ആരതി പറഞ്ഞതും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്. ഇവിടെ റോബിൻ എടുത്തു പറയുകയാണ്, അതായത് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് സമയം വേണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കണം. അത് തന്നെയാണ് ദിൽഷയും പറഞ്ഞത്. അതായത് ദിൽഷ അവിടെ ജെന്യൂൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇനി അവനെ അങ്ങ് തേക്കണം എന്നുള്ളതല്ല. അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു എനിക്ക് കല്യാണം കഴിക്കാൻ, ഈ ഒരു സൈബർ ബുള്ളിങ് ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറയാമായിരുന്നു എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ടൈം വേണം, എനിക്ക് എൻ്റെ ഫാമിലിനെ സെറ്റിൽ ആക്കണം, അങ്ങനെയുള്ള രീതിയിൽ പറയായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവുന്നില്ല, ഞങ്ങളുടെ വൈബ് മാച്ച് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തേച്ചിട്ട് പോകായിരുന്നു. പക്ഷെ അവളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ആരതി ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ കണ്ട ഒരാളെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ടൈം വേണം. അവിടെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയാൻ അവിടെ എന്ത് മെച്യൂരിറ്റിയാണ്? നമ്മൾ ഒരാളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പം നമ്മൾക്ക് അവരെ കുറിച്ച് കുറെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ അവരോട് കുറച്ച് നാളൊന്ന് സംസാരിക്കണം. നമ്മൾ ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് കണ്ടിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ കുറച്ച് ടൈം വേണം എന്ന് പറയുന്നതിനോട് എനിക്കൊരു എന്താണ് അവിടെ എങ്ങനെയാണ് ഇഷ്ടം? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കും മേ ബി. അതൊക്കെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പം അങ്ങനെ ഇഷ്ടം തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻസൈഡ് കുറച്ച് വാച്ചൊക്കെ ചെയ്ത് ഇവരെങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട്, ഓൾറെഡി ഒരു പെൺകുട്ടി എനിക്ക് സമയം വേണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കുറച്ച് സെറ്റിൽ ആവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നിമിഷത്തിൽ തന്നെ ഓൾറെഡി ഒരു ഇഷ്ടമുണ്ട്, ആ ഒരു നിമിഷത്തിൽ തന്നെ വേറൊരാളോട് ഇഷ്ടം തോന്നുമ്പോൾ അത് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ആർക്കാണ് മെച്യൂരിറ്റി ഇല്ലാത്തതെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇവിടെ ദിൽഷയെ കുറിച്ച് റോബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അറിയാം, ഫേമസ് അല്ലേ, അപ്പം അറിയാം. അപ്പം പക്ഷെ ദിൽഷയ്ക്ക് എന്നെ അറിയാം, അവിടെ വന്ന ആർക്കും എന്നെ അറിഞ്ഞൂടാ. ദിൽഷയ്ക്ക് എന്നെ അറിയാം. ദിൽഷ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, മറ്റേ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ ഒരു സന്തോഷം, ഓക്കെ ഒരാൾക്ക് എന്നെ അറിയാലോ, അത് ദിൽഷയെ പോലെ ഒരാൾക്ക് അറിയാലോ എന്നുള്ളൊരു സന്തോഷം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോരുത്തരെയും ആദ്യത്തെ ആഴ്ച പഠിക്കായിരുന്നു. ഓരോരുത്തർ സംസാരിച്ചാലേ നമുക്ക് അയാൾ എങ്ങനെയാണെന്ന് അറിയുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരോടും സംസാരിച്ചു. ദിൽഷയുടെ സംസാരിച്ചപ്പോൾ ദിൽഷ എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല ആൾ എങ്ങനെയാണ്. കാരണം ആൾ അധികം സംസാരിക്കുന്നില്ല, ആദ്യത്തെ ആഴ്ച ഒന്നും അധികം സംസാരിച്ചിട്ടില്ല, എല്ലായിടത്തും ഇങ്ങനെ പമ്മിയിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പം കൂടുതൽ അറിയാൻ പറ്റിയില്ല. ഞാൻ സംസാരിച്ചൊക്കെ നോക്കി, പക്ഷെ ഇപ്പോഴും അറിഞ്ഞില്ല. സെൽഫി ടാസ്ക് എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ദിൽഷ എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന്. എനിക്കൊരു ഐഡിയ കിട്ടി. ആള് ബേസിക്കലി പാവമാണ്, ജെന്യൂൻ ആണ്. ബേസിക്കലി ഐ മീൻ ദിൽഷയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ദോഷം വരണമെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇച്ചിരിയൊക്കെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, ലൈക്ക് ആരും നശിച്ചു പോകണമെന്നോ ആഗ്രഹിക്കില്ല, എല്ലാവരും സഹായിക്കണമെന്നുള്ള, എന്താ പറയുക, ഒരാൾ ഭയങ്കരമായിട്ട് അയാളെ ഹേർട്ട് ചെയ്താലും
തിരിച്ചു പോയി സംസാരിക്കണം, എല്ലാം നേരെ ആകണം എന്നുള്ള പോസിറ്റീവ് മാത്രമുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറച്ച് ആ ഒരു പ്രായം ഉണ്ടെങ്കിൽ കുട്ടിക്കളിയൊക്കെ ഉള്ള, കുറച്ച് കുറുമ്പൊക്കെ ഉള്ള, വെറുതെ എന്താ പറയാ കുസൃതിയൊക്കെ കാണിക്കുന്ന ഒരു നമുക്കൊരു നല്ല പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നി. ഇനി ജെന്യൂൻ ആണെന്ന് തോന്നി. മെയിൻ ആയിട്ടുള്ള കാര്യം ബാക്ക് സ്റ്റാബ് അല്ലെങ്കിൽ ബിട്രേ ചെയ്ത് നമ്മൾ എന്താ പറയാ മോശം പറയത്തില്ല, ഒരാളിനെ പറ്റി മോശം പറയാത്ത ഒരാളാണ്, ഗോസിപ്സ് പറയാത്ത ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് വിശ്വസിക്കാം, കാരണം ഞാൻ അത് പറയത്തില്ല. അപ്പം എന്റെ കൂടെ ഉള്ള ആളും എന്ത് ചെയ്യണം, അങ്ങനെ ആയിരിക്കണം. അപ്പം അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരടുത്ത് പറയുമെന്നുള്ളൊരു മാറും. മനസ്സിലായില്ലേ? എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ദിൽഷന്റെ എല്ലാം കണ്ടപ്പോൾ കൊള്ളാം. അതിന്റെ ഇടയ്ക്കാണ് ബ്ലെസ്ലി ഏറി ഗോൾ അടിച്ചത്. കണ്ടപ്പോൾ ദൈവം, ഞാൻ അവിടെ മറ്റേ എലിമിനേഷൻ റൗണ്ടിൽ ഉരുകി ചത്തേനെ കൊന്നു വെക്കുമ്പോഴാണ് അവന്റെ പ്രസന്ന മാമിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ചവിട്ടി ഇട്ട് കൊടുക്കാൻ തോന്നി ഒരു സെക്കൻഡ്. രണ്ടെണ്ണം കൂടി ഇരുന്നിട്ട് എന്നെ കൊന്നോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഒരുത്തന്റെ പ്രപ്പോസൽ വേൾഡ് വൈഡ്. എനിക്കാണെങ്കിൽ എലിമിനേഷൻ റൗണ്ടില്. അപ്പൊ ദിൽഷയെ കണ്ടു, അതിനുശേഷം സംസാരിച്ച്. അപ്പൊ പുള്ളിക്കാർക്ക് എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ കൂടുതൽ സംസാരിക്കും തോറുമാണ് ഒരു ബോണ്ട് സ്ട്രോങ് ആവുന്നത്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റി, പുള്ളിക്കാർക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം എല്ലാവരും ചോദിക്കും, എല്ലാവരും വെറുക്കുന്ന ഒരാളിനെ ദിൽഷ മാത്രം എന്ത് സപ്പോർട്ട് ചെയ്യുന്ന? അതൊരു ചോദ്യമാണ്. അത് ദിൽഷയെ പോലെ ഒരാൾ എന്തിന് സപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ളൊരു. അപ്പം അവർക്ക് പലരും ഓക്കെ ഇനി അറിയണം എന്താണെന്നൊക്കെ. അപ്പം അതെന്താ അങ്ങനെയെന്നുള്ളൊരു ഇത്. കാരണം അകത്ത് നിൽക്കുമ്പോഴേ നമ്മൾ ടി വി കാണുമ്പം ആ കിട്ടുന്ന ഫീൽ അല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല്. അത് നമുക്ക് ചിലപ്പോൾ മിണ്ടാതിരുന്നാലും കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ല? ആ ഒരു ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. അത് ടി വിയിൽ കാണുക അല്ലെങ്കിൽ ഇത് കാണുന്നുള്ളവർക്ക് ആ ഫീല് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി നമ്മൾ നല്ല ഫ്രണ്ട്സായി. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു കൊടുത്ത് എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള പറഞ്ഞു കൊടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇടയ്ക്ക് വന്നിട്ട് ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ ഫ്രണ്ട്സ് ആണ്. ഇതെന്തിന് വന്ന് ഇടയ്ക്ക് ഫ്രണ്ട്സ് എന്ന് ചോദിക്കുന്നത്? അപ്പം എൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് ആണ്. ഞാൻ പിന്നെ കളിയാക്കാൻ തുടങ്ങി, ക്യാമറ നോക്കിയിട്ട് ആ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് അല്ലേ. അപ്പം അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പുള്ളിക്കാരി ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര റിയലാണ്, ജെന്യൂൻ ആണ്, പാവമാണ്. ഇതിൽ കൂടുതലും ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ ഒരു പെൺകുട്ടീനെ ഇത്രയും അടുത്ത് അറിഞ്ഞിട്ടില്ല. ഇത്രയും ദിവസം നിൽക്കുമ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. കാരണം ഞാൻ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ദേഷ്യപ്പെട്ടാലും ഇത് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദേഷ്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റാൻ പാടില്ല, എൻ്റെ നല്ലത് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്കതൊരു റിയൽ ഫ്രണ്ടായിട്ട് തോന്നി. എൻ്റെ ലൈഫിൽ റിയൽ ഫ്രണ്ട്സ് ഒന്നും എൻ്റെ സർക്കിൾ വളരെ കുറവാണ്. സോ അപ്പോൾ എനിക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാളിനെ എനിക്ക് കിട്ടി എന്നുള്ളൊരു ഫീൽ വന്നു. പിന്നെ എന്ത് വന്നാലും ഒരു ഇമോഷണൽ കണക്ട് കിട്ടി. അപ്പം അവർക്ക് വിഷമിച്ചാലും അവൾ ആരെങ്കിലും ദേഷ്യം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് ഇൻഡയറക്ട്ലി ദേഷ്യം വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പ്രപ്പോസ് അല്ല, അതിന്റെ ഇടയ്ക്ക് പോയി സംസാരിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ കാണിക്കാൻ പറ്റില്ല, ക്യാമറ ഉണ്ടല്ലോ, മിണ്ടാതൊക്കെ ഇരിക്കണം. മിണ്ടാതെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കണം. ഇവ എത്ര തീരും മനസ്സിൽ വിചാരിക്കും, പടം ഇത് തീരുന്നത് ഒന്ന് പോടാന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ സത്യത്തിൽ ബ്ലഷ്ലിയോട് ആ സമയത്ത് ചെറിയ ദേഷ്യം തോന്നി? അല്ല, ആ സമയത്തല്ല. ഞാൻ ഭയങ്കര പോസിറ്റീവ്. ഒരാള് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ്. എന്റെ നേച്ചറാണ്. കാരണം എന്നെ മാത്രം എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ അത് പറയുന്ന പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കങ്ങനെ ഞാൻ പോസിറ്റീവാണ്, എൻ്റെ നേച്ചർ അതാണ്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ജലസി തോന്നും, കുശുമ്പ് തോന്നും. ഇവനെ പോയി സംസാരിക്കണമല്ലേ, എപ്പോഴെങ്കിലും അവൻ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ പോയി വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കും. അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. പിന്നെ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് കാണിച്ച നാട്ടുകാർ വിചാരിക്കുന്ന ഒരു ചിന്തയുണ്ട്. അതെന്നെ കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കും. ചില സമയത്തൊക്കെ ഉള്ളത് പുറത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ കാണിച്ചല്ലേ എന്ന് വിചാരിച്ചു. ശരി, എന്താണ് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനം? ഒരുമിച്ച് ഡിന്നർ കഴിക്കാനുള്ള തീരുമാനമുണ്ടോ? ആഗ്രഹമുണ്ട്. രണ്ടുപേരുടെ വീട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത്. ഞാൻ ഇന്ന് അനീത്തിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പൊ പറഞ്ഞ് ദിൽഷേര എന്താണെന്ന് കേട്ടിട്ട് അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടുകാർ സമ്മതിച്ചു? അല്ല, വീട്ടുകാരല്ല, അനീത്തിയുടെ അടുത്ത് സംസാരിച്ചപ്പോ ഇത് പറയാൻ പാടില്ല, പക്ഷെ പറഞ്ഞു പോയി. ഈശ്വര, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കേരളം ഹാപ്പിയാവുകയുള്ളൂ തോന്നുന്നു. അല്ലല്ല, അത് ഞാൻ ദിൽഷേര അനീത്തിയുടെ അടുത്ത് സംസാരിച്ചു. ഭയങ്കര ഹാപ്പിയാണ്, അവർക്ക് കാര്യമാണ്. പിന്നെ അവർ ഭയങ്കര ലിബറൽ ആയിട്ടുള്ള ഫാമിലിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ദിൽഷേര ഇതാണ് അവർക്ക് വലിയത്. കാരണം ദിൽഷ അതിൻ്റെ അകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സോ ഒബ്വിയസ്ലി ചിലതൊന്നും നമുക്ക് പറയണ്ട, പ്രവർത്തിച്ചാൽ മതി. ഞാൻ ഡോക്ടർ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അവിടെ ഡോക്ടർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ദിൽഷ. ഇവിടെ ആത്മാർത്ഥമായിട്ട് ഡോക്ടർക്ക് വേണ്ടി നിന്ന ദിൽഷ. ഓക്കെ, അതായത് പുള്ളി കുറേ അധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന ഇതിൽ മനസ്സിലാക്കി, എനിക്ക് ഇമോഷണൽ കണക്ട് കിട്ടി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഒരാളെ എന്താ പറയാ, ഭയങ്കര ഡീപ്പായിട്ട് മനസ്സിലാക്കി, അങ്ങനെ ഇഷ്ടം തോന്നി എന്നൊക്കെ നമുക്ക് തോന്നി ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ.
അപ്പോൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് ഓൾറെഡി ഇത്രയും ഫീലിങ്സ് ഒക്കെ ഒരു പെൺകുട്ടിയുടെ അടുത്തുള്ള ഒരാൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് ആ ജസ്റ്റ് ഇൻ്റർവ്യൂവിൽ ആ പെൺകുട്ടി ഒന്നും സംസാരിച്ചില്ല. 2 ആങ്കേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ഒരാൾ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഒന്നും ചോദിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യൂട്ട്നെസ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അതെടുത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് കുറേ ഷോർട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഷോർട്സുകളിൽ പറയുന്നു ഇവർ ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല ജോഡികളാണെന്ന് പറഞ്ഞ് അത് കണ്ടിട്ടൊരു ഇഷ്ടം തോന്നുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇത്രയും മെച്ചുവേർഡ് ആയിട്ടൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ റിയൽ ആയിട്ട് ഇഷ്ടം തോന്നി, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, വീട്ടിലൊക്കെ സംസാരിച്ച് വീട്ടുകാർക്ക് ഇതാണ്, ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് വോട്ട് പിടിച്ച് കൊടുക്കുന്നു. എങ്ങനെ ഒരാൾക്ക് ഇത് സാധിക്കും? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഫേക്ക് അല്ലെങ്കിൽ ആരാണ് ഫേക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് അടുത്തൊരു സംഭവം കൂടെ കണ്ടു നോക്കാം. ഞാൻ ഒരുപാട് നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നെ ഒരുപാട് സൈബർ അറ്റാക്കും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് എന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ചേച്ചി, ചേച്ചിക്ക് എന്താണോ ആഗ്രഹം അത് ചെയ്യൂ, നമ്മളൊക്കെ ഉണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് എൻ്റെ കൂടെ. അവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, എപ്പോഴും അവരെൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ആയി എന്നല്ല, ഞാൻ ഇനി എന്തെങ്കിലും ആവുകയാണെങ്കിൽ എൻ്റെ ലൈഫിലും ഒരു നടിയോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ എനിക്കൊരു പ്രശ്നം വന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അവരെൻ്റെ ഒരു ഫാമിലിയാണ്. ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുമ്പോ അറിയായിരുന്നു ഇങ്ങനെ പുറത്ത് എനിക്കിങ്ങനെ ഒരു ആർമി ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു? എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേരുടെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചിരിക്കുന്ന വീഡിയോ, കുറെ പാട്ടുകളൊക്കെ ഇട്ടിട്ട് എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ എന്തൊക്കെ വീഡിയോ എപ്പോഴാണ് വരികയെന്നല്ലേ. നമ്മൾ അറിയാതെ നമ്മുടെ കുറെ എക്സ്പ്രഷൻസ് എടുക്കുന്നതും നമ്മൾ വേണ്ടിയിട്ട് എക്സ്പ്രഷൻസ് കൊടുക്കുന്നത് രണ്ടും. അതെ, ശരിയാ. കാരണം എടാ ഞാൻ ബിഗ് ബോസിൽ ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും, ഞാൻ ഡിസേർവ് ചെയ്യുന്നതിന് മാത്രം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ മതി. അല്ലാതെ എനിക്ക് കാരണം അവർക്ക് ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ട് ഞാൻ വിൻ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാൻ അവിടെ? എനിക്കൊന്നും കിട്ടാനില്ല. ഞാൻ അവിടെ 100 days നിൽക്കുക എന്ന് പറയുന്നത് അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അവിടെ നമ്മൾ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായാലും എങ്ങനെ നിന്നാലും നമ്മളാണ് അവിടെ നിൽക്കേണ്ടത്. നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. കാരണം ഞാൻ ഒരുപാട് പേര് അവിടെ വീക്കായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെക്കാളും ഏജ് ആയിട്ടുള്ള ആളുകൾ പോലും ഒരുപാട് വീക്കായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും എന്നോട് തന്നെ എനിക്ക് അഭിമാനം തോന്നിയ കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ എന്നെ കൺഫെഷൻ റൂം വഴി ഇറക്കി വിടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. എത്രത്തോളം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും, എത്ര എനിക്ക് സഹിക്കാൻ പറ്റും, അത്രയും സഹിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ പോലും കേട്ടിട്ട് പോലും ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഡിസേർവിങ് അല്ല എന്ന് അവർ പറയുമ്പം എനിക്ക് സത്യത്തിൽ വിഷമം തോന്നാറുണ്ട്. കാരണം ഇതൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് അവർ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിൻ ചെയ്തത്. അങ്ങനെ ഒരു വിന്നർ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പം അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യത്തിൽ. അല്ല, ഈവൻ ഇപ്പൊ ഈ 50 lakhs കിട്ടിയതും എന്നാൽ അത് വെച്ചിട്ട് പിന്നെ ആ കിട്ടിയ പൈസേനെ ബേസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ടും ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി. ഞാൻ ആക്ച്വലി ഒരു കാറിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു 2 പേരെ പറ്റിച്ചുണ്ടാക്കിയ 50 lakhs കൊണ്ട് ഞാൻ ആ കാർ വാങ്ങി. ആ കാറിന്റെ പൈസ 1.5 കോടി രൂപയാണ്. ഓക്കെ, എനിക്ക് ആകെ കിട്ടിയത് 50 lakhs. അതുകൊണ്ട് ടാക്സ് കഴിഞ്ഞിട്ട് എത്ര കിട്ടും നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയുള്ള കുറേ തംബ്നെയിൽസ് ഒക്കെ ഇട്ടിട്ട് കുറേ വീഡിയോസുകൾ വരിക, കുറേ കമന്റ്സുകൾ വരിക, അങ്ങനെയൊക്കെ ഫസ്റ്റ് ഭയങ്കര വിഷമമായിരുന്നു. എന്നെക്കാളും വിഷമം ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ എനിക്ക് ആദ്യമേ ഉള്ളൊരു ഇതാണ് എൻ്റെ ചുറ്റുള്ളവരും ഞാൻ കാരണം സങ്കടപ്പെടരുത് എന്ന് ആദ്യമേ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അവർ സങ്കടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ ചേച്ചിയാണെങ്കിൽ അനിയത്തിയാണെങ്കിൽ അച്ഛനോട് അമ്മയാണ്. കാരണം ഞാൻ അങ്ങനെ ഇതുവരെ ഒരാൾ എന്നെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ ലൈഫ്. ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുറേ കോൺട്രവേഴ്സീസും ഇങ്ങനത്തെ കുറേ തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ അത് പുതിയതാണ്. അപ്പോൾ അവരത് കാണുമ്പോൾ അവർക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കരഞ്ഞിട്ട് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വേണ്ടായിരുന്നു, ഞാൻ എടുത്ത ഡിസിഷൻ റോങ് ആയിരുന്നു എന്നൊക്കെ അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ വിഷമിക്കുന്നു, എൻ്റെ ചേച്ചി അനിയത്തി വിഷമിക്കുന്നു, അവർ കുറേ തെറി കേൾക്കുന്നു. എന്താവശ്യത്തിന് അവർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അവർക്ക് എന്നോട് പറഞ്ഞതിൽ എനിക്ക് വിഷയമില്ല. എൻ്റെ ചുറ്റുള്ളവർ അനുഭവിക്കുന്നതാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. പക്ഷെ ഇപ്പം എനിക്കുണ്ടല്ലോ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. അത്രയും ഞാൻ കേട്ടു. ഇനി അതിലും വലുതായിട്ട് എന്തെങ്കിലും കേൾക്കാനുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇപ്പം എനിക്കതൊന്നും ഏൽക്കുന്നില്ല സത്യത്തിൽ. അതാ ഇപ്പൊ ദിൽഷേന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഇനി കേൾക്കാനൊന്നുമില്ല, ഒരു ടോപ്പിക്കിനെ പറ്റി ഇനി കേൾക്കാനില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എന്ത് വന്നാലും അത് അത്ര വലിയ ബാധിക്കും തോന്നുന്നു. അതത്രേ ഉള്ളൂ. കാരണം ഒരു പെൺകുട്ടി കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള, കാരണം
അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നോ അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരുപാട് പേര്. എനിക്ക് അതിലാണ് വിഷമം. കാരണം ഒരാളൊരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു കടിച്ച പൊട്ടത്തെ തമ്മനയിലൊക്കെ ഇട്ടിട്ട് ദിൽഷ ഇന്ന ആളുടെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇടുമ്പോഴും അതിൽ സത്യമുണ്ട്, അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നെങ്കിലും അറിഞ്ഞിട്ട് നമ്മളത് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എത്രത്തോളം സൈബർ അറ്റാക്കാണ് ആ പെൺകുട്ടി അനുഭവിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ ഇനിയും കമന്റ് ഇടുമ്പോഴാണെങ്കിലും നമ്മൾ ഇതാണെങ്കിലും നമ്മൾ ചിന്തിക്കുക. സോ അന്നും ഞാൻ എന്നോട് എതിർത്ത് തന്നെയാണ് സംസാരിച്ചിരുന്നത്. അപ്പം അന്ന് എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അന്ന് എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ ഈ ഒരു ടോപ്പിക് വന്നപ്പോൾ ഉറപ്പായിട്ടും എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അന്ന് ഈ ഒരു ദിൽഷയോട് ചെയ്തൊരു വലിയ ചതി തന്നെയാണ്, റോബിൻ ചെയ്തൊരു കാര്യം വലിയൊരു ചതി തന്നെയാണ്. പക്ഷെ അന്ന് അതിനുള്ള ഒരു ഇൻകം ആയിട്ട് കിട്ടിയത് ദിൽഷയ്ക്കായിരുന്നു ആ ഒരു സാധനം കിട്ടിയത്. അപ്പോൾ ഇന്ന് ഇത് റോബിനായിട്ട് കിട്ടുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അവരുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷെ അത് സംസാരിച്ചപ്പോൾ എനിക്കിത് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ എൻ്റെ ഒരു അഭിപ്രായമാണ് ഗൈസ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ദിൽഷയെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് അതെന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും ദിൽഷനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എന്താണ്, ദിൽഷനെ ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കൂടി വരാം. അതൊരിക്കലും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ബൈ ബൈ.